സോ യെസ്, അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇന്ന് മറ്റൊന്നുമല്ല, മൂവി റിവ്യൂ ആണ്. നമ്മുടെ സൂര്യയുടെ റെട്രോ. സി ഗൈസ്, ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഞാൻ. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാനാണ്. കാർത്തിക് സുബ്ബരാജിൻ്റെ ഫിലിം, അതുപോലെ ഒരു സൂര്യയുടെ കംബാക്ക് എന്നൊക്കെ പറഞ്ഞ് പോയി കണ്ടൊരു പടമാണ്. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് എന്ത് പറയണമെന്ന്. സി, മിക്സഡ് ഒപ്പീനിയനാണ് വരുന്നത്. സോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറയുന്നത്. സി, ഒരു രീതിയിൽ എനിക്ക് ആ പടം കണക്ട് ആയിട്ടില്ല. ഇത് ഇതിൽ പരം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആകെ കുറച്ച് സീൻസ് മാത്രമേ ഒരു ഒരു ക്യാച്ചിങ് എന്നൊക്കെ പറയാനുള്ളൂ. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഒരു 15-16 മിനിറ്റ് വരുന്ന ഒരു ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. എൻ്റെ മോനെ, അത് അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത് എങ്ങനെ എടുത്തു എന്ന് ഇനി മേക്കിംഗ് വീഡിയോയും കാര്യങ്ങളും വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. സി, അത് വേറെ ലെവൽ ഷോട്ട് തന്നെയാണ്. സി, ആകെ എനിക്ക് കുറച്ച് പോസിറ്റീവ്സ് പറയാനുള്ളതിൽ ഒരു കാര്യം ഈ ഷോർട്സ് മാത്രമാണ്. വേറെ എന്ത് പറയാനാണ്, എടുത്ത് പറയാൻ. പിന്നെ കോസ്റ്റ്യൂംസും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ മേക്കപ്പ് ഒന്നും അത്ര അടിപൊളി മേക്കപ്പ് ഒന്നും അല്ല. കാരണം ഇത്ര ലാർജ് ഒരു സ്ക്രീനിൽ കാണുന്നത് കൊണ്ട് നമുക്ക് ഓരോ, അറിയാലോ, തിയേറ്ററിൽ പോയി കാണുന്നവർക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഇത്രയും വലുതായിട്ട് കാണുന്നത് കൊണ്ട് മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. അപ്പം ആ മേക്കപ്പ് ഒക്കെ എന്ത് പറയാനാണ്. കുറേയൊക്കെ കറക്റ്റ് അറിയാം. ആ സൂര്യയുടെ താടിയും കാര്യങ്ങളും എല്ലാം. ഞാൻ കൂടുതൽ പറഞ്ഞ് എന്തായാലും വെറുപ്പിക്കുന്നില്ല. വേറെ പിന്നെ അയ്യോ, റൊമാൻസ് ഒക്കെ എന്തോ ആടെ, എന്തോന്നാണ് കണ്ട് കണ്ട് എൻ്റെ പൊന്നു മക്കളെ. എന്താ പറയാ, പൂജ ഹർജി എന്തോന്നാണ് ചെയ്തു വെച്ചേക്കുന്നത്. റൊമാൻസ് ഒക്കെ വരുന്നു. അതിനേക്കാളും കഷ്ടം എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പേരൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോൾ അയ്യോ, വൺ ഓഫ് ദ വേസ്റ്റ് റൊമാൻറ്റിക് സാധനങ്ങളെന്നേ എനിക്ക് പറയാനുള്ളൂ. അത് എന്തോന്നടേ, എന്തോന്ന് പറയാനാണ്. ഒരു എത്ര നാളായി നല്ലൊരു സൂര്യ പടം കണ്ടിട്ട്. എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ. ഞാൻ കാർത്തിക് സുബ്ബരാജ് എന്ന ഒറ്റ ഡയറക്ടറിന്റെ വിശ്വാസത്തിലാണ് ശരിക്കും പറഞ്ഞത്, സീരിയസ്ലി പോയി കണ്ടത്. സൂര്യയുടെ ഒരു നല്ലൊരു തിരിച്ചുവരവായിരിക്കും, കംബാക്ക് എന്നൊക്കെ പറഞ്ഞ് പോയി കണ്ടത്. ഈ ഇങ്ങനത്തെ ഒരു സാധനമായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പിന്നെ പറയുന്നത്, ഇത് എൻ്റെ അഭിപ്രായമാണ്. പലരും പല രീതിയിൽ പറയുന്നുണ്ട്. മിക്സഡ് ആയിട്ട് പറയുന്നുണ്ട്, ഒട്ടും കൊള്ളില്ല എന്ന് പറയുന്നുണ്ട്, വർക്കായവരുണ്ട്. എനിക്ക് ഒട്ടും വർക്കായില്ല. പിന്നെ എടുത്ത് പറയാൻ എന്താ ഉള്ള ഇത്. BGM ഒന്നും കുറച്ച് ചില സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ എല്ലാം കണക്കാണ്. പിന്നെ ആദ്യമൊക്കെ ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടപ്പോഴും എനിക്ക് വലിയ ഇത് പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ ആ പ്രതീക്ഷയും പോയി കിട്ടി. എന്തോന്ന് അപരാധമാണോ എന്തോ ചെയ്തു വെച്ചേക്കുന്നത്. എത്ര നാളായി. നിങ്ങൾ സൂര്യ ഫാൻസ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് ഒന്ന് ആഘോഷിക്കാൻ പറ്റിയ ഒരു ഹിറ്റ് വന്നിട്ട് OTTയുടെ മാറ്റി നിർത്തിയിട്ട് ഞാൻ തിയേറ്ററിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. OTT റിലീസ് വേറെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നല്ല സിനിമകളൊക്കെ OTTയിൽ വന്നു. പക്ഷെ തിയേറ്ററിൽ പോയി ആഘോഷിക്കാൻ പറ്റിയ ഒരു സിനിമ സൂര്യയുടെ വന്നിട്ട് എത്ര നാളായി. ലിറ്ററലി നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്ക്. അങ്ങനെ അത്രയും പ്രതീക്ഷയോടെ ഞാൻ പോയി കണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഡിസപ്പോയിന്റഡ് ആയിപ്പോയി എന്ന് പറഞ്ഞത്. ഞാൻ ഞാൻ ലിറ്ററലി ഞാൻ ഒരു സൂര്യ ഫാനൊന്നും അല്ല. പക്ഷേ ഇത്രയും നാളായി പുള്ളിക്കാരനെ ഒന്ന് ഒന്ന് നല്ല രീതിയിൽ ഒരു സ്ക്രീനിൽ കണ്ടിട്ട്, അതുപോലെ ഒരു നല്ലൊരു കഥ പ്രേക്ഷകർക്ക് ഡെലിവർ ചെയ്തിട്ട് തന്നെ എത്ര നാളായി. കങ്കു എന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ എൻ്റെ മോനെ, എന്ത് ഹൈപ്പിൽ വന്ന പടമാണ്. എന്നിട്ട് എന്ത് അപരാധമാണ് അതിൽ പടച്ചു വെച്ചേക്കുന്നത്. ഈ കങ്കുവ ഫ്ലോപ്പ് ആയപ്പോഴും കാർത്തിക് സുബ്ബരാജിന്റെ റെട്രോ വരുന്നുണ്ടല്ലോ. അതിൽ പുള്ളിക്കാരൻ എന്തായാലും നല്ലൊരു കംബാക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു പോയി. എനിക്ക് പറയാൻ വേറെ വാക്കുകളില്ല. ഇനി പറഞ്ഞു വെറുപ്പിക്കുന്നുമില്ല. പിന്നെ പിന്നെ അതിലെന്താ പറയാനുള്ളത്. ലിറ്ററലി ഒന്നുമില്ല കേട്ടോ പറയാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ട്രോളുന്നുണ്ട്. മീഷോയിൽ നിന്ന് വന്ന കാർത്തിക് സുബ്ബരാജാണ് ഇത് ചെയ്തതെന്ന്. എനിക്കും തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാധനമാണ് മഹാൻ പോലുള്ള പടം. പേട്ട, രജനീകാന്തിന്റെ പേട്ട പോലുള്ള സിനിമകൾ ചെയ്ത ഡയറക്ടറാണ് ഈ ഒരു സാധനം എടുത്തു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കറിയില്ല എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ഇങ്ങനെ ഒരു സാധനം ചെയ്തതെന്ന്. എനിക്ക് ഒരു ലിറ്ററലി പിടികിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു സൂര്യയുടെ ഡേറ്റ് കിട്ടി, അതുകൊണ്ട് ഒരു പടം ചെയ്യുക എന്ന രീതിയിലാണോ ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് വരെ തോന്നിപ്പോയി. ഗ്രാഫിക്സ് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തോന്നടേ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ വ്യക്തമാണ് ഗ്രാഫിക്സിൽ. സീരിയസ്ലി ഇത്രയും നെഗറ്റീവ്സ് പറയണമെന്ന് ഞാൻ വിചാരിച്ചല്ല. പക്ഷെ പറഞ്ഞപ്പോൾ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവ് എടുത്തു പറയാനായിട്ട് ആകെ, ഇപ്പം നിങ്ങളൊരു സൂര്യ ഫാനാണെങ്കിൽ ഒരു 2, 2.5, 3 മണിക്കൂർ സൂര്യ കണ്ടുകൊണ്ടിരിക്കുക. കുറച്ച് സ്വാഗും കുറച്ച് BGM ഫൈറ്റ്
ഫൈറ്റ് കുറേ സ്ഥലത്തൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ബാക്കിയെല്ലാം ഫ്ലോപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് നിങ്ങളൊരു സൂര്യ ഫാനാണ്, കട്ട സൂര്യ ഫാനാണ് എങ്കിൽ നിങ്ങൾ പോയി കാണുക. കാരണം 2.5-3 മണിക്കൂർ അടുപ്പിച്ച് പുള്ളിക്കാരനെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല അതിൽ. കഥയൊന്നും പ്രതീക്ഷിച്ച് പോകരുത്, കഥയൊക്കെ നമ്മൾ കണ്ടു മടുത്ത കഥ തന്നെയാണ്. ഞാൻ വിചാരിച്ച് ഈ ഗോൾഡ് ഫിഷും അതും ഇതൊക്കെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും പുതിയതായിരിക്കും, പുതിയത് ഇപ്പം വരും എന്ന് പറഞ്ഞ് നോക്കിയിരുന്ന് പിന്നെ ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പടം ചെറുതായിട്ടെങ്കിലും ഒന്ന് കണക്റ്റ് ആയത്. തീരാറായപ്പോൾ എന്തിനാണ് ഈ സീനുകൾ കാണിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് വ്യക്തമാവും. പക്ഷെ എങ്കിലും സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒന്നുമില്ല, ലിറ്ററലി ഒന്നുമില്ല. എന്തായാലും ഒരു ഹിറ്റുമായി സൂര്യ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സമയത്തൊക്കെ എന്ത് നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയിരുന്നു പുള്ളിക്കാരൻ്റെ. ഒരു ടൈം കഴിഞ്ഞപ്പോൾ പ്രൈം ടൈമൊക്കെ എൻ്റെ മോനെ എന്തുമാത്രം. ആ സിംഗം 1 എന്ത് സിനിമയായിരുന്നു. അയ്യോ, അത് കഴിഞ്ഞുള്ള കാര്യമൊന്നും പറയണ്ട. സിംഗം 2, 3 ഒക്കെ അതൊക്കെ വിട്. സിംഗത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്, 1. അങ്ങനെയുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇപ്പം എന്താ എനിക്കറിയില്ല പുള്ളിക്കാരൻ. ഓക്കെ.